പേരൻസ് ഉണ്ട്, എനിക്കറിയാവുന്ന പല വ്യക്തികളുമുണ്ട്. ഞാൻ പറഞ്ഞ അവർക്കിടയിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കൾ യാതൊരുമായ പ്രതീക്ഷയുമില്ലാതെ സംരക്ഷിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ. പലതരത്തിലുള്ള ഡിസേബിലിറ്റീസ് ഉണ്ടാവാം, ഓട്ടിസം ഉണ്ടാകാം, മറ്റ് പല രീതിയിലുള്ള ഒരുപാട് ഡിസേബിൾഡ് കുട്ടികളുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബഹാനിലുള്ള ഒരു അങ്കിളിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹത്തിനുള്ള മകന് വളരെ കൊച്ചു പയ്യനാണ്, ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അവൻ അതിൻ്റെ ആ ബുദ്ധിമുട്ടിൽ നിന്നും അവനെ അച്ചീവ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. റെക്കോർഡ് വരെ ഭേദിച്ചൊരു പയ്യനാണ്. കൊച്ചു കുഞ്ഞാണ്, ഒത്തിരി പ്രായം കുറവൊന്നല്ല, എങ്കിലും വീൽ ചെയറിൽ സഹായത്തോടെ പോവുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അങ്കിള് ഒരു കുഞ്ഞിനെ കൂടെ ആഗ്രഹിക്കാൻ എന്താ, നിങ്ങൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹം തന്ന മറുപടി എന്ന് പറഞ്ഞാൽ, മോനെ, ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ മാത്രം നോക്കാനാണ് എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ പല ആൾക്കാരും മാറ്റപ്പെട്ട് നിർത്തുന്ന ഒരു വിഭാഗം ആളുകളാണിത്. അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവരും നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. അത്തരം മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. നല്ലൊരു മനസ്സ് കൊടുത്ത് അവർക്ക് ബിഗ് സല്യൂട്ടാണ്.